അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമസ്ത കേരള സുന്നി യുവജന സംഘം 901 മുതൽ വ്യവസ്ഥാപിതമായി ഹജ്ജ് സംഘത്തെ കേരളത്തിൽ നിന്നും സേവനാടിസ്ഥാനത്തിൽ കൊണ്ടുപോയിരുന്നു. വിനീതനായ എനിക്ക് തുടർച്ചയായ 14 വർഷം അക്കാലത്ത് SYSന്റെ കീഴിൽ ഹാജിമാർക്ക് സേവനം ചെയ്യാനുള്ള മഹത്തായ സൗഭാഗ്യമുണ്ടായി. 800ഉം 1000ഉം 1200 പേരുമൊക്കെ SYS ഹജ്ജ് സെല്ലിന്റെ കീഴിൽ ഓരോ വർഷവും ഹജ്ജിന് കൂടെ ഉണ്ടായിരുന്നു. ബഹുവന്യരായ കാന്തപുരം AP ഉസ്താദ് അൽ ഹജ്ജ് പഠന പുസ്തകവുമായും ഹജ്ജ് യാത്രയുമായും വ്യത്യസ്തങ്ങളായ ഉപകാരങ്ങൾ, സഹായങ്ങൾ ചെയ്തിട്ടുള്ളവരാണ്. ആ കടപ്പാടുകൾ തീർച്ചയായും എന്നും മനസ്സിൽ സൂക്ഷിക്കേണ്ടതുമാണ്. അതുപോലെ ഹജ്ജ് സെല്ലിന്റെ അക്കാലത്തെ ചെയർമാനായിരുന്ന ബഹുവന്യരായ മർഹൂം അവേലത്ത് കുഞ്ഞുസീദിക്കോയ തങ്ങൾ, SYS ഹജ്ജ് സെല്ലിലെ സെക്രട്ടറി CM കുട്ടി മൗലവി മർഹൂം, അതുപോലെ നിരവധി ഉലമാ സാദാത്യങ്ങൾ ആ കാലഘട്ടത്തിലുള്ള ഹജ്ജ് സംവിധാനങ്ങൾക്ക് നേതൃത്വം നൽകിയവരാണ്. ഈ വിനീതന് അവർക്കൊക്കെ ഖിദ്മത്ത് ചെയ്യാനുള്ള ഒരു സൗഭാഗ്യമാണ് ഉണ്ടായത് ദീർഘകാലം. അല്ലാഹുമ്മ ആമീൻ. അല്ലാഹു തആല അതെല്ലാം സ്വീകരിച്ച് പൊരുത്തപ്പെടട്ടെ, ആമീൻ. സ്വാഭാവികമായും 4 നൂറ്റാണ്ട് മുമ്പ് നടത്തിയ ഹജ്ജ് ക്ലാസ് ഇന്നത്തെ സാഹചര്യത്തിൽ പല പ്രായോഗിക വശങ്ങളും മാറിയിട്ടുണ്ട് എന്നത് തീർച്ചയാണ്. ഈ ഹജ്ജ് പഠന ക്ലാസ് നിങ്ങൾ ഇന്ന് കേൾക്കുമ്പോൾ എയർപോർട്ടുകളുടെ കാര്യം മുതൽ സംസം കിണറിന്റെ, മതാഫിന്റെ, ഹറമിന്റെ അവിടെ എല്ലാം നടന്ന മാറ്റങ്ങൾ അത് സ്വാഭാവികമാണ്. പരിഷ്കൃതമായ പുതിയ സമൂഹത്തിന് നിരവധി സൗകര്യ സംവിധാനങ്ങൾ ഇന്നവിടെ ഗവൺമെന്റും മറ്റും ചെയ്തിട്ടുണ്ട്. ഈ ഹജ്ജ് ക്ലാസ് ഒരു പ്രായോഗിക യാത്രാ വിവരണമാണ്. എല്ലാവർക്കും അറിയാം, 14 വർഷത്തോളം SYS ഹാജിമാർക്ക് സേവനം ചെയ്യാനുള്ള ഈ വിനീതനുണ്ടായ അവസരം 3-4 തവണ ഹജ്ജ് പഠന ക്ലാസുകൾ റെക്കോർഡ് ചെയ്ത് ഹാജിമാർക്ക് വിതരണം ചെയ്തതാണ്. ജിദ്ദയിലെ IDC ഹജ്ജ് പഠന ക്ലാസിന്റെ വീഡിയോ അവതരിപ്പിച്ചിരുന്നു. എന്നാൽ ഈ ക്ലാസ്സിലെല്ലാം ഇന്ന് കേൾക്കുമ്പോൾ കുറേ മാറ്റങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാവരും ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അറിവിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും കുറവ് കൊണ്ട് അബദ്ധങ്ങൾ വന്നിട്ടുമുണ്ട്. അല്ലാഹു തആല പുറത്തു തരട്ടെ, ആമീൻ. എന്നാലും ചരിത്രത്തിൻ്റെ ഭാഗമാണിത്. നിരവധി ഹാജിമാർക്ക് വല്ലാത്ത പ്രയോജനം നൽകിയ, 10,000-കണക്കിന് ഹാജിമാർ കേൾക്കുകയും പല ഉരു പഠിക്കുകയും ചെയ്ത ഈ ഹജ്ജ് പഠന സഞ്ചാരം പലരും ഇപ്പോഴും തിടുക്കത്തോടെ ആവശ്യപ്പെടാറുണ്ട്. ഏറ്റവും പ്രിയപ്പെട്ട ചില ഹാജിമാർ ഇപ്പോഴും ആവശ്യം തുടരുന്നത് കൊണ്ട് 99-ലെ ഈ പ്രസംഗ കാസറ്റ് ആധുനിക സംവിധാനത്തോടുകൂടി ദൃശ്യാവിഷ്കാരം നൽകി പുനഃപ്രകാശനം ചെയ്യുകയാണിവിടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്കുള്ള ആ യാത്രയും തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ചുള്ള മലയാള ഭാഷയിലെ ഏറ്റവും ബൃഹത്തായ ഗ്രന്ഥരചനക്കുമെല്ലാം അവസരമുണ്ടായതിൻ്റെ ബറക്കാത്തുകൾ, അതിൻ്റെ ആത്മീയ സൗഭാഗ്യങ്ങൾ പല രീതിയിലും അല്ലാഹു തആല ഈ വിനീതന് കനിഞ്ഞു നൽകിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു തആല സ്വീകരിക്കുകയും
നിലനിർത്തി തരികയും ചെയ്യട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. ഏകദേശം 8 പാർട്ടുകളിലായാണ് ഈ ക്ലാസ് അവതരിപ്പിക്കുന്നത്. സന്തോഷപൂർവ്വം ഏറ്റെടുക്കുക. കുറവുകളും കുറ്റങ്ങളുമെല്ലാം അല്ലാഹു തആല പുറത്തു തരട്ടെ, ആമീൻ എന്ന് വീണ്ടും ദുആ ചെയ്ത് ഈ അനുഗ്രഹത്തിന്റെ മുൻപിൽ അല്ലാഹുവിനെ 1000 തവണ വാഴ്ത്തി പ്രകീർത്തിച്ച് ഈ പുതിയ ആവിഷ്കാരം ഹജ്ജ് ഉംറ പഠന ക്ലാസ് നിങ്ങൾക്കായി വിനീതമായി സമർപ്പിക്കുന്നു.